ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഒരു തക്കാളി കിച്ചടി ഉണ്ടാക്കാം. വെറും തക്കാളി കിച്ചടി അല്ല, മുളക് വറുത്ത തക്കാളി കിച്ചടി. ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ഒരു 10 മിനിറ്റ്സ് മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ വരൂ, നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. പച്ചടിയും കിച്ചടിയും നമ്മുടെ സദ്യയിലെ ട്വിൻസ് ആണല്ലേ, ഇരട്ടകൾ. അപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ സാദൃശ്യമുണ്ട്, അതേപോലെ തന്നെ എന്തൊക്കെയോ ഡിഫറൻസും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അറിയണവർ എനിക്കും അറിയാൻ ആകാംക്ഷയുണ്ട്. ഇപ്പോൾ ഒരു 4 തക്കാളി 2 പച്ചമുളകും കൂടി ഞാനിത് മഞ്ഞൾപ്പൊടി ഇടാതെ കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. കുക്കർ ഇങ്ങനെ വിസിലടിക്കുമ്പോൾ വെള്ളം ചീറ്റി നാശാവും, ചുറ്റും വൃത്തികേടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചോളൂ. സ്റ്റീം വരുന്ന ഭാഗത്ത് കവർ ചെയ്യാതെ നോക്കണം കേട്ടോ. തക്കാളി വേവട്ടെ, അപ്പോഴേക്കും നമുക്ക് അരയ്ക്കാനുള്ളത് റെഡിയാക്കാം കേട്ടോ. ഒരു 4 സ്പൂൺ നാളികേരം ചെരുവേതെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സാധനങ്ങൾ ഞാൻ എക്സ്ട്രാ ചേർത്തുന്നുണ്ട്. ഇതിൽ 1 സ്പൂൺ കടലമാവ് ചേർത്തുന്നുണ്ട്. നോർത്തിലൊക്കെ തൈര് ഒഴിച്ച് എന്ത് കറി ഉണ്ടാക്കുമ്പോഴും അവർ 1 സ്പൂൺ കടലമാവ് കൂടി ചേർത്തും. നമ്മളുടെ കറി നല്ല തിക്കായിട്ടും സ്മൂത്തായിട്ടും ഇരിക്കും, ടേസ്റ്റും നല്ലതാണ്. അപ്പോൾ 1 സ്പൂൺ കടലമാവ് ചേർത്തു. പിന്നെ 2 പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിൽ ജീരകം 4 മണി ചേർക്കുന്നുണ്ട്. ഒരു 2 ചെറിയ ഉള്ളി കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. ഞങ്ങൾ അവിയൽ ഉണ്ടാക്കുമ്പോഴും ചെറിയ ഉള്ളി ചേർക്കാറുണ്ട്. അത് കാരണം ആ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ ചെറിയ ഉള്ളി ചേർക്കുന്നത്. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി കേട്ടോ. ഇനി ഇത് അരച്ചെടുക്കാൻ നമുക്ക് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ വേണ്ടത്. നമ്മളുടെ തക്കാളി ഇപ്പോൾ നന്നായിട്ട് കുക്കർ വിസിലൊക്കെ അടിച്ച് വെന്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് വെള്ളം പോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് വെള്ളം പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കുക്കറിലൊന്നും ചീറ്റി വൃത്തികേടൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ഐഡിയ നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ഇനി ഈ വെന്ത തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഞാൻ അതിൽ തക്കാളിയിൽ 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും കൂടി ചേർത്തി ഉടച്ചു കൊടുക്കാം. ഞാനിത് ഈ കുക്കറിൽ നിന്നൊരു ചീഞ്ചട്ടിയിലേക്ക് മാറ്റാൻ പോവാണ്. കുക്കറിലാവുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ പറ്റണില്ലേ, എത്തി നോക്കണം. ചീഞ്ചട്ടിയിലാച്ചാൽ കാണാമല്ലോ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനി തിളയ്ക്കുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയും തൈരും കൂടി അരച്ചു വെച്ചിട്ടില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അരച്ചത് ചേർത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചെറിയ തീരാട്ടോ ഞാനിപ്പോൾ ഗ്യാസ് വെച്ചിരിക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ അവിടെയും ഇവിടെയും പൊള്ളം പൊട്ടില്ലേ, തിളക്കരുത്. തിള പൊട്ടി വരുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യണം കേട്ടോ. ഞാനൊരു കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇപ്പോൾ താഴ്ത്തി കൊടുക്കണ്ട. കാണാനും നല്ല ഭംഗിയാണ്, നല്ല മണം ഉണ്ടാവും. ഇനി ഇതൊന്ന് ഓഫ് ചെയ്തു കേട്ടോ. ഞാനിത് തിള വന്നപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ വറുത്തിടാൻ വേണ്ടി ഞാൻ കൊണ്ടാട്ട മുളകാണ് കേട്ടോ, തൈര് മുളകാണ് ഉപയോഗിക്കുന്നത്. വീട്ടിലുണ്ടാക്കിയ തൈര് മുളകാണിത്. ഇനി കുറച്ച് കടുകും കുറച്ച് ഉലുവയും കുറച്ച് കറിവേപ്പിലയും വറുത്തിടാൻ ഒരു 1-2 സ്പൂൺ വെളിച്ചെണ്ണയും മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇത് വറുത്തിട്ട് കൊട്ടിക്കൊടുക്കാം. കിച്ചടി പച്ചടിയൊക്കെ നമ്മളുടെ ക്ഷേത്രങ്ങളിൽ ഊട്ടുപുരകളിൽ നിന്നാണ് ഉണ്ടാക്കി തുടങ്ങിയതെന്നാണ് പറയുന്നത്. കിച്ചടിക്ക് പുളി കൂടുതലും മധുരം കുറവുമായിരിക്കും. തക്കാളി, വെള്ളരിക്ക, പാവയ്ക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കിച്ചടിക്ക് ഉപയോഗിക്കുന്നത്. പച്ചടിക്ക് മധുരവും പുളിയുമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം. പിന്നെ പൈനാപ്പിൾ, മുന്തിരിങ്ങ, മാമ്പഴം അങ്ങനത്തെ എല്ലാം ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം എന്നാണ് പറയുന്നത്. ബാക്കി ഏകദേശം ഒക്കെ സെയിം തന്നെയാണ്. കടുക് അരയ്ക്കും ചിലവർ പച്ചടിയിൽ. അപ്പോൾ നമ്മൾ ഈ വറുത്ത കൊണ്ടാട്ടമുളകും ഈ വറുത്തതെല്ലാം നമ്മുടെ തൈര് കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, തക്കാളി കിച്ചടിയിലേക്ക്. ഇനി നന്നായി ഇളക്കി വെക്കാം. നമ്മളുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിലും ബംഗാളിലും നോർത്ത് ഇന്ത്യയിലും എല്ലാം കിച്ചടി ഉണ്ട് കേട്ടോ. പക്ഷെ അതും നമ്മുടെ ഈ കിച്ചടി തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്, അജഗജാന്തര വ്യത്യാസമുണ്ട്. അത് പരിപ്പും അരിയും ചേർത്തുണ്ടാക്കണ ചോറ് മാതിരി, പുലാവൊക്കെ പോലെ ഉണ്ടാക്കണ ഒരു നമ്മളുടെ പൊങ്കലൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ അതിനെയാണ് കിച്ചടി എന്ന് പറയുക. പക്ഷെ നമ്മുടെ കിച്ചടി ആകെ വ്യത്യാസമല്ലേ, എന്ത് ഭംഗിയാണ് കാണാനല്ലേ, നല്ല മണവും ചൂടോടെ ചോറിൽ കൂട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റാല്ലേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ. പിന്നെ നല്ല എന്തെങ്കിലുമൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കറിയാലോ എന്തായിരിക്കും ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ എന്ന്. കിച്ചടിയൊക്കെ എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ടേസ്റ്റിലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മറക്കില്ലല്ലോ. ഓക്കെ, ബൈ.